ഈ അച്ചീവ്മെൻറ്റുകളൊക്കെ നല്ല സംഭവമല്ലേ? പക്ഷെ ഞാൻ പറയാണ്, സം അച്ചീവ്മെൻറ്റ്സ് വിൽ ട്രാപ്പ് അസ്. നമ്മളെല്ലാവരും ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് സംഭവങ്ങൾ അച്ചീവ് ചെയ്യണമല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും, ചില സംഭവങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അച്ചീവ് ചെയ്തു, പിന്നീട് നമുക്ക് വേറൊരു പാത്തിലേക്ക് മാറാൻ ആഗ്രഹമുണ്ട്, വേറൊരു സംഭവം കംപ്ലീറ്റ്ലി പുതിയൊരു സംഭവം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, ഒരുപാട് അച്ചീവ് ചെയ്തത് കൊണ്ട് ഇതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റെസ്പെക്റ്റ്, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ടൈറ്റിൽ, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ വാലിഡേഷൻ, അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള എഫേർട്ട്, ഈ ഒരു കാര്യം നമ്മൾ പുതിയൊരു സംഭവം ട്രൈ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യും. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ട്രാപ്പാണ് ലിവിങ് എ ലൈഫ് യു ഹാവ് ഔട്ട് ഗ്രോൺ ജസ്റ്റ് ബിക്കോസ് യു ആർ അഫ്രൈഡ് ടു റീസ്റ്റാർട്ട്. ചില സമയങ്ങളിൽ കറേജ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ്, ഈ ഒരു ലൈഫിൽ നിന്ന് ഞാൻ മാറി, എനിക്ക് വേണ്ടത് ഇനി പുതിയൊരു പാത്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പോട്ടെ എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് ഇടുന്നതാണ്. യുവർ പാസ്റ്റ് ഷുഡ് ഇൻഫോം യു ബട്ട് ഷുഡ് നോട്ട് ഇംപ്രിസൺ യു.